മുത്തേ, എന്തു പറ്റിയടാ? എന്റെ മുത്തിന്റെ മുഖത്തൊരു വിഷമം പോലെ. ഡ്രസ്സൊന്നും ഇഷ്ടായില്ലേ എന്റെ മുത്തിന്? മുത്തിന് ഇഷ്ടായിട്ടില്ലെങ്കി നമുക്ക് പോയി മാറ്റാം മുത്തേ. അച്ഛാ, എനിക്ക് ഡ്രസ് ഇഷ്ടായില്ലെന്നോ? എനിക്ക് ഒരുപാട് ഇഷ്ടായി അച്ഛാ. പിന്നെ എന്തിനാ എന്റെ മുത്തിന് സങ്കടം? അച്ഛാ, ഞാൻ എന്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. എന്റെ അമ്മക്ക് ഞാൻ ഉടുപ്പെല്ലാം കാണിച്ചു കൊടുക്കുകയായിരുന്നു അച്ഛാ. അച്ഛാ, എന്റെ അമ്മക്ക് എന്നെ കണ്ടിട്ട് ഒരുപാട് സന്തോഷായിട്ടുണ്ടാവും അല്ല അച്ഛാ? ആയിട്ടുണ്ടാവും മോളെ. എന്റെ മോള് സങ്കടപ്പെടാതെ. എന്റെ മോള് സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? ഹാപ്പി ബർത്ത്ഡേ ടു യു. അച്ഛന്റെ മുത്തിന് കഴിക്കും മുത്തേ. വർഷേ, ഇങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്ക് വർഷേ. എനിക്കൊന്നും വേണ്ട ചെറിയമ്മേ. വാ ചെറിയമ്മേ. എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത്? മധുരം ഞാൻ കഴിക്കാറില്ല. വർഷേ, നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെയൊന്നും പറയാതെ. മുത്തിന്റെ സന്തോഷത്തിന് ഇത്തിരി കഴിക്ക്. മുത്തിന്റെ സന്തോഷത്തിന് ഞാനെന്തിനു കഴിക്കണം? നിങ്ങൾ കഴിച്ചോ, അപ്പോഴല്ലേ അവൾക്ക് സന്തോഷാവുന്നേ. വർഷേ, നീ എന്തിനീ കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ കേക്ക് കഴിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? ഞാൻ അവളുടെ അമ്മയൊന്നും അല്ലല്ലോ, രണ്ടാം അമ്മയല്ലേ? കല്ലായി കടത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാലൻ വരുമെന്നു ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയൊന്നും ഉറങ്ങിയില്ല. പാട്ടൊക്കെ പാടിട്ടേ ആ വേസ്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊടുത്ത് കൊട്ടട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. എപ്പോ നോക്കിയാലും ഇത് തന്നെ ജോലി. ആരും കാണുന്നില്ലെന്ന് കണ്ട അപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് ഇട്ടോളൂ. അവർക്ക് വേസ്റ്റ് ഇടാനല്ലേ ഇപ്പോ എന്റെ തൊടി. വേസ്റ്റ് ഇടാൻ 4 പേർ നോക്കുന്നുണ്ട്. ഇവിടെ താഴ്ന്നിരിക്കാം. അമ്പടി കള്ളി വരട്ടെ. ആ പാർച്ചക്കാർ ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു. കുട്ടപ്പാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഈ മധുരനിപ്പോ ജീവനുണ്ടോ? ദേ പടച്ചോനെ, ഞാൻ പെട്ടോ. ഈ കുമ്പടി ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? എന്റെ കുമ്പടിയെ. അല്ല അമ്മണിയെ, ഇത് ചായ കുടിച്ചോ? ചായ? അമ്മണിയെ, ഇത് കുറച്ച് തിരക്കുണ്ട് ട്ടോ, ഞാൻ പിന്നെ വരാം. അവിടെ നിന്നോ? ഒന്നല്ലെങ്കിലും എനിക്കെന്റെ പ്രായത്തിനേലൊന്ന് ബഹുമാനിച്ചൂടെ? ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് വേസ്റ്റ് ഇടുന്നത്? വേസ്റ്റോ? എപ്പോ? പിന്നെ വേസ്റ്റ് ഇല്ലാണ്ട് പണപ്പെട്ടി എടുത്തേക്കാൻ വന്നതാണോ ഇങ്ങോട്ട്? ഇതൊന്ന് പൊയ്ക്കോ പറയ്, അതൊരു തമാശേ. മുത്തു ചേച്ചി, എന്താ കല്ലു? മുത്തു ചേച്ചി, നമുക്ക് കളിക്കാൻ പോവാം. പോകാം. മുത്തു ചേച്ചി, ഈ പുതിയ ഡ്രസ് ഒന്ന് ഊരി വെക്കട്ടെ. മണിക്കുട്ടി, അവളുടെ നൃത്തം നോക്ക്. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അവൾക്ക് ഇത്തിരി ജാട കൂടിയോന്നൊരു സംശയം. നോക്ക് ഡുണ്ടു, നമ്മളിവിടെ വന്നിട്ട് എത്ര നേരമായി, എന്നിട്ടും അവള് നമ്മളെ കണ്ടിട്ടില്ല. അവളും ആ പേരപ്പെണ്ണും ഭയങ്കര സംസാരം.
ഇനിയിപ്പോ ഉടുപ്പ് കിട്ടിയതിന്റെ അഹങ്കാരാവും ചിലപ്പോ. നമ്മളെ കണ്ടിട്ട് കാണാത്ത പോലെ നിൽക്കുകയാണെങ്കിലോ? അതിനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മണിക്കുട്ടി, നമുക്ക് അവളുടെ ഡ്രസ് അങ്ങോട്ട് കീറിയാലോ? അങ്ങനെ അവളിപ്പോ പുതിയ ഡ്രസ് എല്ലാം ഇട്ട് നമ്മുടെ മുന്നിൽ കൂടെ അങ്ങനെ നടക്കണ്ട. നശിപ്പിച്ച് കളയണം ആ ഡ്രസ്. നിന്റെ ഡാഡി വഴക്ക് പറയോ? ചാൻസ് ഇല്ലാതില്ല. നീ എന്തെങ്കിലും ഒന്ന് പറ പെണ്ണേ. നശിപ്പിച്ച് കളയാം നമുക്ക്. അവള് മാത്രം അങ്ങനെ പുതിയ ഉടുപ്പിട്ട് നടക്കണ്ട. എന്താ ഇവിടെ രണ്ടുപേരും കാണിക്കുന്നത്? ഒന്നുമില്ല മണിക്കുട്ടി.